വെള്ളാപ്പള്ളിയുടെ സമീപനം എങ്ങനെയാണ്? വെള്ളാപ്പള്ളി അദ്ദേഹം രീതി തന്നെയാണല്ലോ. അല്ല, അദ്ദേഹം ഈ രീതിയിലൊന്നും ഒന്നും പറഞ്ഞിട്ടില്ലല്ലോ. അദ്ദേഹം പറഞ്ഞിട്ടുണ്ടോ? അതിപ്പോൾ അതെന്തെങ്കിലുമൊക്കെ അഭിപ്രായ വ്യത്യാസത്തിൻ്റെ പേരിൽ പറയുന്നതായിരിക്കും. തീർച്ചയായിട്ടും അദ്ദേഹവും അതായത് ഞാൻ പറഞ്ഞു, ഒരു സമുദായവുമായി ഒരു തർക്കവും ഒരു വിഷയവും ഞങ്ങൾ ആർക്കും തമ്മിൽ ഇല്ല എന്ന് ആവർത്തിച്ച് ഞാൻ സൂചിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് UDF-നെ സംബന്ധിച്ചിടത്തോളം എല്ലാവരും, എല്ലാ സമുദായങ്ങളും, അത് നാനാജാതിയിൽപ്പെട്ട ആളുകളും ഞങ്ങൾ ഒരുമയോടുകൂടി കണ്ടുകൊണ്ട് ഞങ്ങൾ വരുന്ന 2026 തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ മുമ്പോട്ട്. VD സതീശൻ പ്രതിപക്ഷ നേതാവായതിനു ശേഷമാണോ NSSനൊക്കെ ഇത്രയൊരു അകൽച്ച? അത്രയും അങ്ങനെ ഒരു അഭിപ്രായമൊന്നും എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കങ്ങനെ തോന്നിയിട്ടില്ല. ഏതായാലും ഞാൻ വന്നതിന് ശേഷം വേറെ ഒരു അഭിപ്രായ വ്യത്യാസം ഉണ്ടായിട്ടില്ല. അല്ല, ശബരിമലയെ സംബന്ധിച്ച് ഞങ്ങൾ അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ശബരിമലയിൽ ഉണ്ടാക്കിയിട്ടുള്ള എല്ലാ മോശപ്പെട്ട പ്രവർത്തനങ്ങൾക്കും നേതൃത്വം കൊടുത്തത് LDF ഗവൺമെൻറ്റാണ്. ആ LDF ഗവൺമെൻറ് നേതൃത്വം കൊടുത്തപ്പോഴും അന്ന് UDF-നെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ അത് സംരക്ഷിക്കുന്നതിന് വേണ്ടി ഞങ്ങൾ വിവിധ മേഖലകളിൽ നിന്ന് പദയാത്രകൾ നടത്തി ഞങ്ങൾ പത്തനംതിട്ടയിൽ മറ്റും എത്തിയതാണ്. അത് വിവിധ മേഖലയിൽ നിന്ന്. ഒന്ന് ശ്രീ K. മുരളീധരൻ നേതൃത്വം കൊടുത്താണ് തിരുവനന്തപുരത്തു നിന്ന് വന്നത്. അതേപോലെ തന്നെ ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ നേതൃത്വം കൊടുത്തുകൊണ്ട് കോട്ടയത്തു നിന്ന് വന്നു. അതേപോലെ ഷാനിമോൾ ഉസ്മാൻ നേതൃത്വം കൊടുത്തുകൊണ്ട് അവിടെ നിന്ന് വരികയുണ്ടായി. ഇത്തരം കാര്യങ്ങളൊക്കെ തന്നെ ഞങ്ങൾ നിറവേറ്റിയിട്ടുള്ളത്. തീർച്ചയായിട്ടും ഇത് ഒരു LDF ഗവൺമെൻറ് കാണിച്ച തെറ്റായ നയങ്ങൾക്കെതിരെ ഉള്ള അഭിപ്രായങ്ങൾ ജനങ്ങളിൽ എത്തിക്കുന്നതിന് വേണ്ടിയാണ് ഞങ്ങൾ ഈ കാര്യങ്ങളൊക്കെ നേതൃത്വം ഏറ്റെടുത്തു. ചോദിച്ചത്, ഈ ശബരിമലയിൽ നിന്ന് പീഡങ്ങൾ കാണാതായിരുന്നല്ലോ, സ്വർണ്ണപ്പീഡനം കണ്ടെത്തിയിട്ടുണ്ട്. അല്ല, അത് ഞാൻ ഒരു ഇൻ്റലിജൻസിൻ്റെ ആളൊന്നുമല്ല. പക്ഷേ അത് പോലീസ് അന്വേഷണം നടത്തി അവരാണത് കണ്ടെത്തേണ്ടതായിട്ടുള്ളത്. അത് അന്വേഷണം നടത്തി അത് കണ്ടെത്തണം. പക്ഷേ എനിക്ക് തോന്നുന്നു വാർത്ത വന്നതിനകത്ത് കൊണ്ടുപോയതും അതിൻ്റെ തൂക്കവുമായി ബന്ധപ്പെട്ടുകൊണ്ട് 3-4 കിലോ കുറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞ ഒരു അഭിപ്രായം മാധ്യമങ്ങളിലൂടെ ഞാൻ കാണാനിടയായി. അതൊക്കെ അന്വേഷണം നടക്കേണ്ടത് പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ അത് ആയിക്കോട്ടെ. അത് ഉദ്യോഗസ്ഥന്മാരുടെ ചുമതലയാണ്. അവർ കണ്ടെത്തട്ടെ. അവർ കണ്ടെത്തിയിട്ട് അതൊരു പുതിയ കാര്യമല്ലല്ലോ. ഞാൻ 2001, 2004, 2006 കാലഘട്ടത്തിലാണ് ഞാൻ ആദ്യമായി ഉമ്മൻചാണ്ടിയുടെ മന്ത്രിസഭയിൽ അംഗമാകുന്നത്. ആ മന്ത്രിസഭയിൽ അംഗമായതിന് ശേഷം 2006 തെരഞ്ഞെടുപ്പ് വരുന്ന പ്രഖ്യാപനം ഉണ്ടായതിൻ്റെ തൊട്ട് തലേ ദിവസം വെച്ചാൽ പ്രഖ്യാപനം ഉണ്ടായതിനു ശേഷം ആണ് അന്നത്തെ വിജിലൻസ് DGP ബൈ ടെലിഫോണിക് ഓർഡർ, അതല്ലാതെ കണ്ട് വേറെ ഒന്നുമല്ല, ടെലിഫോണിലൂടെ ഓർഡർ കൊടുത്താണ് കേസ് രജിസ്റ്റർ ചെയ്ത്. ആ കേസിനെ സംബന്ധിച്ചിടത്തോളം കേസുകൾ നടത്തി വിജിലൻസ് അന്വേഷണം നടത്തിയതിന് ശേഷം ഞാൻ നിരപരാധിയാണ് എന്ന് വരികയുണ്ടായി. എല്ലാ തെരഞ്ഞെടുപ്പ് വരുന്ന സമയത്തും ഇതുപോലെയുള്ള കാര്യങ്ങൾ ഞാൻ നേരിടാറുണ്ട്. എന്നെ സംബന്ധിച്ചിടത്തോളം ഇത്തരം കാര്യങ്ങൾ ഒരു പുതിയ കാര്യമായി ഞാൻ കാണുന്നു.